നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണല്ലേ ഈ കാണുന്ന കണ്ണാടി. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ സൈഡ് കണ്ടോ, അതിൻ്റെ ആ ഇതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ കണ്ണാടിയുടെ സൈഡിലത് പൊടിയല്ല, ഈ കണ്ണാടിയുടെ തന്നെ അതിൻ്റെ ആ ഒരു മിറർ ഇമേജൊക്കെ പോയിട്ടുള്ളൊരു ഫോമിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളൊരു കഷ്ടപ്പാടിലാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ആ ഒരു സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്ത് ഈ കണ്ണാടി മാത്രമായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ മിററൊക്കെ തുടയ്ക്കുന്ന ഒരു സൊല്യൂഷനാണത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ കണ്ണാടിയുടെ സൈഡും ആ പൊടിയൊക്കെ ഒന്ന് തൊക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആ സൈഡിലെ പോർഷനൊന്നും നന്നായിട്ടൊന്നും പോയിട്ടില്ല. അപ്പം എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഞാൻ അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ടിലൊരു കോമ്പസ് വെച്ചിട്ടൊരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് അത് നമ്മൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ക്വയറിലെ ഈ കാർഡ്ബോർഡ് നമ്മുടെ മിററിൻ്റെ അതിൻ്റെ മിറർ നിൽക്കുന്ന ആ വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മിറർ വെച്ച് നോക്കി. അപ്പോൾ നമ്മുടെ കണ്ണാടി നേരത്തെ ഇരുന്നത് സ്ക്വയർ ഷേപ്പിലാണ്, നമ്മളിത് അതിനെ ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇത് ചാർട്ട് പേപ്പറാണ്, കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്തെടുക്കണം. കാരണം ഇപ്പോൾ അത് കാണാനൊരു ഭംഗിയില്ലാത്തൊരു രീതിയിലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ചാർട്ട് പേപ്പറും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു റൗണ്ടായിട്ട് കോമ്പസ് വെച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതൊന്നെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ കാർഡ്ബോർഡ് പീസിൽ നമുക്ക് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ സൈഡൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് ആക്കി നമുക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം പേപ്പറിലായതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ ഒന്ന് നീറ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പശ തേക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്കാനൊന്നും പാടില്ല. നല്ല രീതിയിൽ പശ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ റൗണ്ട് ആ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കണം. അതേപോലെ സ്ക്വയറിലുള്ളത് അകത്തേക്ക് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ പശ തേച്ച് മടക്കി ഒട്ടിക്കുന്നത്. അങ്ങനെ 4 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ റൗണ്ടും കൂടെ പശ തേച്ച് അകത്തേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് റൗണ്ടിന് പകരം ഇതിപ്പോൾ വേറെ ഏതൊരു ഷേപ്പ് ആയ പോലെയാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വർക്ക് ഫിനിഷ് ആകുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പും ഈ കാണുന്ന പോലെ തന്നെ അകത്തേക്കാക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നീറ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഒരു റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിറർ ഇതിനകത്ത് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ മിററിൻ്റെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു പാടും കാര്യങ്ങളുമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അകത്തായിട്ട് പോയിക്കോളും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മിറർ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡിലും ബാക്ക് പോർഷനിലും ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പർ തന്നെ ഒട്ടിച്ചാലും മതി. ഞാൻ ഇവിടെ ചാർട്ട് പേപ്പർ തന്നെയാണ് എടുത്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് മുമ്പ് മിററെല്ലാം കറക്റ്റായിട്ടാണോ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് സെയിം ഇതും നമ്മുടെ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് നല്ല രീതിയിൽ 4 സൈഡിലും പശ തേച്ചിട്ട് നമ്മുടെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 സൈഡും നന്നായിട്ട് പശ തേച്ചിട്ട് വേണം അത് ഒട്ടിക്കാൻ. കാരണം മിററിന് ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പശ തേക്കുന്നത് നന്നായിട്ട് അത് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ഇവിടെ പശ തേച്ച് നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പശ തേക്കണം. അപ്പോൾ ചാർട്ട് പേപ്പർ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് അതിൻ്റെ 4 വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ മിറർ നമുക്കിനി ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമല്ലോ, അതായത് ഇത് എവിടെയെങ്കിലും നമുക്കൊന്ന് തൂക്കിയിടുമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ത്രെഡ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ചാർട്ട് പേപ്പർ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കുറച്ച് ഫെവിക്കോൾ തേക്കുക, എന്നിട്ട് ചാർട്ട് പേപ്പർ അതിൻ്റെ പുറമെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ സെല്ലോ ടേപ്പിൻ്റെ പശ കുറയുമ്പോഴത്തേക്കും അത് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. പിന്നൊരു കാര്യം, നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. നിങ്ങളത് മറന്നു പോരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കുക. അപ്പം നമ്മുടെ കണ്ണാടിയുടെ വർക്കിന് വേണ്ട മെയിനായിട്ടുള്ള സാധനമാണ് ഈ ബോക്സിനകത്തുള്ളത്. ഇത് ഞാനൊരു യാത്രയിൽ നമ്മുടെ ബീച്ചിൽ പോയപ്പോഴത്തേക്കും പെറുക്കി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്ന് വിചാരിച്ച് ഇതിലെടുത്ത് വെച്ചിരുന്നതാണ്. നമ്മൾ ബീച്ചിൽ പോകാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ. അപ്പോൾ സൈഡിൽ ഇതുപോലത്തെ നമ്മുടെ ചിപ്പിയൊക്കെ കാണുമ്പോൾ അതൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകാരപ്പെടും. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് അതായത് ഈ ചിപ്പിയുടെ മുകളിൽ കുറച്ച് ഡിസൈൻ പോലെയൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ മിററിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കി അത് കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഞാനിത് ഒട്ടിക്കുകയുള്ളൂ. കാരണം ഇതില്ലെങ്കിൽ ഒട്ടിച്ചു വരുന്ന സമയത്ത് ഏതെങ്കിലും ചിപ്പി ഇതിൻ്റെ സൈസൊന്നും കറക്റ്റ് അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മളെല്ലാം രണ്ടാമത് പൊളിച്ച് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. വെച്ച് നോക്കിയതിന് ശേഷം മാത്രം പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ പൊട്ടിയ കണ്ണാടികളൊക്കെ വീട്ടിൽ വെക്കുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പൊട്ടിയ കണ്ണാടിയാണെന്നൊന്നും എന്തായാലും ആരും പറയില്ല. കാരണം ഇതിൻ്റെ പൊട്ടിയ സൈഡെല്ലാം ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളത് പ്ലാസ്റ്റിക്കിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ണാടിക്കൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഞാൻ നമ്മുടെ ചിപ്പികളെല്ലാം കൂടെ ഇതിനകത്ത് ഒട്ടിച്ച് തുടങ്ങുകയാണ്. ഇത് നമ്മുടെ B7000 വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സെല്ലോ ടേപ്പ് പോലെ തന്നെ ഉള്ളൊരു ടേപ്പാണ്. ഇച്ചിരി ഒരു ഗിൽറ്റ്, ഒരു തിളക്കമുള്ളൊരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡർ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടേപ്പിനൊരു 7 രൂപയോ മറ്റോ വിലയുള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മൾ ഈ നോട്ട്ബുക്കൊക്കെ വാങ്ങുന്ന കടകളിൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൻസി ഷോപ്പുകളിൽ ഈ തയ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തയ്യലിൻ്റെയൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ അവിടെ എല്ലാം ഇതെല്ലാ സാധനങ്ങളും ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കടകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്വയർ ഒരു ഷേപ്പിൽ തന്നെ 4 സൈഡും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇതുപോലെ ചീത്തയായിപ്പോയ കണ്ണാടിക്കൊക്കെ ഒരു മേക്ക് ഓവർ കൊടുത്ത് ഈ രീതിയിലൊക്കെ ആക്കി ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ മറക്കാതെ അതിൻ്റെ കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ 4 സൈഡിലും നമ്മൾ ആ ടേപ്പൊക്കെ ഒട്ടിച്ച് നീറ്റായിട്ട് തന്നെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണാടിയുടെ പുതിയ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നീറ്റായിട്ട് തന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.